നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മണ്ണാർക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ഇർഫാന, ഷിറിൻ, ഐഷ എന്നിവരുടെ മൃതദേഹങ്ങളാണ് തുപ്പനാട് ജുമാ മസ്ജിദിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കിയത്. ചാലക്കുടി പോട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. കൊരട്ടി വെളിയത്ത് വീട്ടിൽ ജോർജിന്റെ മകൻ 51 വയസ്സുള്ള നെൽസണാണ് മരിച്ചത്. ചേലക്കര മേപ്പാടം കൽത്തുട്ടിയിൽ ആംബുലൻസ് മറിഞ്ഞു. ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സിന് തലയ്ക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശിനി ബിൻസിക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരലംഘനം നടത്തിയതിൽ പ്രതിഷേധം പുകയുന്നു. ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ വേണ്ടെന്ന് വെച്ചതിനെതിരെ പ്രതിഷേധം രൂക്ഷമാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ സമുദായങ്ങളുടെ സഹകരണത്തോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി. ക്ഷേത്ര ചടങ്ങുകൾ ഒഴികെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഒരുക്കുക. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ മദ്യം കണ്ടെത്തി. 18 ബോട്ടിൽ മദ്യമാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ നിർണായക വെളിപ്പെടുത്തൽ വലിയ വഴിത്തിരിവായിരുന്നു. ജില്ലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. നായ്ക്കളുടെ കടിയേറ്റ് നിരവധി പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് ഇന്ന് 440 രൂപയാണ് കുറഞ്ഞത്. ഒരു പവന് 57,840 രൂപയായി. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 7,230 രൂപയായി. വലപ്പാട് കോതകുളത്തും കയ്പമംഗലത്തും മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണം സംബന്ധിച്ചുള്ള സർക്കാർ ഉന്നതതല യോഗം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു. കയ്പമംഗലത്ത് മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള അന്വേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം നിർമ്മാണ പുരോഗതി AC മൊയ്തീൻ MLA വിലയിരുത്തി. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ചാവക്കാട് CPMന്റെ സമുന്നത നേതാവും മത്സ്യത്തൊഴിലാളി നേതാവുമായിരുന്ന K അഹമ്മദിന്റെ 20ാം ചരമവാർഷിക ദിനം CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. കയ്പമംഗലം കോരിക്കുഴിയിൽ നടന്ന സംഗമം കേരള പ്രവാസി സംഘം സംസ്ഥാന ട്രഷറർ ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കാപ്പ പ്രകാരം ജില്ലയിൽ പ്രവേശനാനുമതി നിഷേധിച്ചിട്ടുള്ളതുമായ യുവാവിനെ പിടികൂടി. പെരുവല്ലൂർ പുല്ലൂർ സ്വദേശി മുള്ളോത്തുവീട്ടിൽ അമൽ വിഷ്ണുവിനെയാണ് പിടികൂടിയത്. കേച്ചേരിയിലെ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ആൾ ബാത്റൂമിനുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കേച്ചേരി പെരുമണ്ണ് ഓടാട്ടിൽ വീട്ടിൽ 60 വയസ്സുള്ള ശശികുമാറാണ് മരിച്ചത്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോട്ടപ്പുറം വൈദ്യുതി ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി KP വിശ്വനാഥിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഞായറാഴ്ച അനുസ്മരണ സമ്മേളനം നടത്തും. പുതുക്കാട് അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനുസ്മരണ സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് പന്തംകുളത്തി പ്രകടനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിക്കും. 15-ന് വൈകിട്ട് കേരളവർമ്മ വായനശാലയിൽ സംഗീതജ്ഞൻ ദേശമംഗലം നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും.
മുണ്ടത്തിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മുണ്ടത്തിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ജോസ്, സെക്രട്ടറി കെ.എ. ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ പുണ്യചരിതനായ ഫാദർ ഡെൻസ്റ്റൺ ഒലക്കെങ്കിൽ അനുസ്മരണം നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമിക കുഴിക്കാട്ടുശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ ധനുമാസം 1-ാം തീയതി മലയാള കവിതാ ദിനമായി ആഘോഷിക്കും. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഈ മാസം 16-ന് രാവിലെ 4 കവികൾ ചേർന്ന് മലയാള കവിതയുടെ പതാക ഉയർത്തുന്നതോടെ കവിതാ ദിനാചരണത്തിന് തുടക്കമാകും. ബഷീർ വടക്കൻ എഴുതിയ കനൽ പെയ്ത കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മതിലകത്ത് നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം തുടക്കമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ നീന്തൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടിയിൽ റോഡ് സേഫ്റ്റി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തകർന്ന റോഡിൽ ശയനപ്രദക്ഷിണ പ്രതിഷേധ സമരം നടത്തി. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ NJ ലിയോ ശയനപ്രദക്ഷിണ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അഞ്ചേരിയിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് 37 പവൻ കവർന്ന കേസിലെ 2 പ്രതികളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രവിശങ്കർ ഭട്ടാചാര്യ, അമിത് ഡോളൈ എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൌജന്യമായി കളഭം നൽകാത്ത ക്ഷേത്രം മാനേജർക്ക് സ്ഥലം മാറ്റം. CPM നേതാവും ദേവസ്വം മുൻ ഭരണസമിതി അംഗവുമായ പ്രശാന്തിനെയാണ് ക്ഷേത്രം മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. കൺവെൻഷൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി അഡ്വക്കേറ്റ് KS നിസാറിനെയും ജനറൽ സെക്രട്ടറിമാരായ KS ഉമൈറ, റക്കീബ് K തറയിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് യോഗത്തിന് നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിൽ പഠന വിഷയങ്ങളെ കലയുമായി ബന്ധപ്പെടുത്തി ആർട്ട് ഇന്റഗ്രേഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. മുൻ തൃശൂർ ജില്ലാ കളക്ടർ ഡോക്ടർ VM ഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശി 64 വയസ്സുള്ള അനന്തകൃഷ്ണൻ രാമയ്യ ആണ് മരിച്ചത്. പറവട്ടാനി ചർച്ച് സ്ക്വയർ മാർ അദായ് ശ്ലീഹ പള്ളിയിലെ വിശുദ്ധ അബി മലേക്ക് തിമോഥയോസ് സ്മാരക സാധു സംരക്ഷണ നിധിയുടെ പഴപ്പച്ചക്കറി തൈകളുടെ സംയുക്ത തോട്ടത്തിന്റെ ഉദ്ഘാടനം പാണഞ്ചേരി കൃഷിഭവൻ ഓഫീസർ അഭിമന്യു നിർവഹിച്ചു. വികാരി ഫാദർ റൂണോ വർഗീസ് അധ്യക്ഷത വഹിച്ചു. റെയിൽവേ സതേൺ സോൺ തൊഴിലാളി സംഘടനാ തെരഞ്ഞെടുപ്പിൽ DREUവിന് മികച്ച വിജയം. തൃശൂരിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. പുനഃസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു മ്യൂസിയം ഉദ്ഘാടനം ഈ മാസം 20-ന് നടക്കും. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്ന ബോട്ട് തെങ്ങിൻ കുറ്റിയിടിച്ചു മുങ്ങി. പൊന്നാനി കുട്ടുങ്ങാൻരകത്ത് അബ്ദുള്ളക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭാരത് ബോട്ടാണ് മുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.